എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷം നിറഞ്ഞ ബന്ധങ്ങൾ നാം ഒരുപാട് കണ്ടിട്ടുണ്ട്. അവരെ നോക്കി നാം അതിശയിച്ചിട്ടുമുണ്ടാകാം. എന്നാൽ സന്തോഷകരമല്ലാത്ത ഒരു ദാമ്പത്യത്തിൻ്റെ വേദന എന്താണെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാകില്ല. ഒരുമിച്ച് ജീവിക്കുമ്പോഴും മാനസികമായി അകലുന്നവർ, അവരുടെ ജീവിതം ശരിക്കും എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ സന്തോഷമില്ലാത്ത ദമ്പതികളിൽ സാധാരണയായി കണ്ടുവരുന്ന 5 സ്വഭാവങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ പ്രശ്നം പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറവാണ്. പരസ്പരം തുറന്നു സംസാരിക്കുന്നതിന് പകരം അവർ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. എനിക്കൊന്നും പറയാനില്ല, അല്ലെങ്കിൽ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന ചിന്ത കപ്പിൾസിൻ്റെ മനസ്സിൽ വരും. സന്തോഷമുള്ള ദമ്പതികൾ അവരുടെ ചെറിയ കാര്യങ്ങൾ പോലും പങ്കുവയ്ക്കുമ്പോൾ അസന്തുഷ്ടരായവർ തങ്ങളുടെ ദുരിതങ്ങൾ പോലും ഉള്ളിലൊതുക്കും. ഈ അകൽച്ച പിന്നീട് വലിയൊരു വിടവായി മാറും. എല്ലാ പ്രശ്നങ്ങൾക്കും മറ്റേയാളാണ് കാരണം എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ശ്രദ്ധിക്കുക. സന്തോഷമില്ലാത്ത ദമ്പതികൾക്ക് ഇതൊരു ശീലമാണ്. നിങ്ങൾ കാരണമാണ് ഇത് സംഭവിച്ചത് എന്ന് എപ്പോഴും നിങ്ങൾക്ക് തെറ്റേ വരൂ എന്നും അവർ പരസ്പരം കുറ്റപ്പെടുത്തും. ഈ ശീലം ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വരാൻ കാരണമാകും. എന്നാൽ സന്തോഷമുള്ള ദമ്പതികൾ നമുക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്ന് ചോദിച്ചാണ് മുന്നോട്ട് പോവുക. കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർ ഉത്തരവാദിത്തം പങ്കുവയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു ബന്ധത്തിൽ വ്യക്തിപരമായ ഇടം വളരെ പ്രധാനമാണ്. ബന്ധത്തിൽ വിള്ളൽ വീണാൽ ദമ്പതികൾ പലപ്പോഴും അതിരുകൾ പാലിക്കാൻ തയ്യാറാവില്ല. അവർ പരസ്പരം നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കൈകടത്തും. ഇത് ബന്ധത്തിൽ വിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ് കാണിക്കുന്നത്. ഒരു പങ്കാളിക്ക് സ്വന്തം സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കാനോ സ്വന്തം ഹോബികളിൽ ഏർപ്പെടാനോ കഴിയാതെ വരുന്നത് ബന്ധത്തെ ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. സന്തോഷമില്ലാത്ത ദമ്പതികൾക്ക് പരസ്പരം നന്ദി പറയാൻ കഴിയാറില്ല. ഒരു ചെറിയ സഹായത്തിനോ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്കോ നന്ദി പറയാൻ അവർ മറന്നു പോകുന്നു. എല്ലാം ഒരു കടമയാണെന്നാണ് അവർ കരുതുന്നത്. നിങ്ങളിത് ചെയ്യേണ്ടതല്ലേ എന്ന ചിന്ത നന്ദിയെ തന്നെ ഇല്ലാതാക്കും. എന്നാൽ സന്തോഷമുള്ള കപ്പിൾസ് ഓരോ ചെറിയ കാര്യത്തിനും നന്ദി പറയും. അത് ബന്ധത്തിൽ സ്നേഹം നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. സന്തോഷമില്ലാത്ത ദമ്പതികൾ ശാരീരിക ബന്ധം കുറയുകയോ ഇല്ലാതാവുകയോ ചെയ്യും. ഇത്തരം അടുപ്പമില്ലാതാകുമ്പോൾ അവർ മാനസികമായും കൂടുതലായി അകലും. ഇതിന് പല കാരണങ്ങളുണ്ടാവാം. എന്നാൽ ഈ അകൽച്ച ബന്ധത്തിൻ്റെ വിള്ളലുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു പ്രശ്നത്തിൻ്റെ ലക്ഷണമാണ്, പരിഹാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സ്വഭാവങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ ബന്ധത്തിലുണ്ടോ എന്ന് ചിന്തിക്കുക. ഈ ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റാൻ ശ്രമിച്ചാൽ ബന്ധത്തെ സുരക്ഷിതമാക്കാൻ കഴിയും. ഏതൊരു ബന്ധവും വിജയകരമാകണമെങ്കിൽ അതിന് 2 പേരുടെ പരിശ്രമവും വിട്ടുവീഴ്ചയും അനിവാര്യമാണ്. ബന്ധങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അവഗണിക്കാതെ അവയെ തുറന്ന മനസ്സോടെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ശീലങ്ങൾ തിരിച്ചറിഞ്ഞ് മാറ്റിയെടുത്താൽ നിങ്ങളുടെ ബന്ധത്തെ വീണ്ടും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പാതയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണോ? ഓർക്കുക, സ്നേഹം, തുറന്ന ആശയവിനിമയം, ബഹുമാനം എന്നിവ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാന ശീലങ്ങളാണ്. ഈ ശീലങ്ങളെ ഉപേക്ഷിച്ച് കൂടുതൽ ആരോഗ്യകരവും സന്തോഷകരമായ ഒരു ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് കഴിയും. ഒരു ബന്ധം തകരുമ്പോൾ 2 പേർക്കും നഷ്ടങ്ങൾ ഉണ്ടാകും. സ്നേഹത്തോടെയും ക്ഷമയോടെയും നമുക്കതിനെ വീണ്ടെടുക്കാൻ സാധിക്കണം.